ഒക്ടോബർ മാസം പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി, അതായത് വനിതകൾക്ക് 1000 രൂപ ലഭിക്കുന്ന പദ്ധതി ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ അത് നമുക്ക് വെബ്സൈറ്റിലൂടെ ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിടങ്ങനൂരുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ നമ്മളിപ്പോൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാര്യമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ നിങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ 1000 രൂപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ 35-നും 60-നും ഇടയ്ക്കുള്ള വനിതകൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പദ്ധതിയിൽ ചേരുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പദ്ധതിയിൽ നിങ്ങൾ വേറെ പെൻഷൻ പദ്ധതികളിൽ ഒന്നും ഉൾപ്പെടാത്ത ആളായിരിക്കണം 100%. ഞാൻ ഇന്നലെ പരീക്ഷണാടിസ്ഥാനത്തിൽ 1-2 പേരെ നോക്കുമ്പോൾ അവർക്ക് വേറെ പെൻഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർ അർഹരല്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ തന്നെ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ആളുകൾ ആധാർ കാർഡ്, അവരുടെ ബാങ്ക് പാസ്ബുക്ക്, പിന്നെ ജനനത്തീയതി തെളിയിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ SSLC ബുക്ക്, പാസ്പോർട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രേഖ, അതൊന്നും ഇല്ലാത്ത ആളുകൾ മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തിയ ജനനത്തീയതി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലും നമുക്കത് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വേറൊരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു കാരണവശാലും ഓൺലൈൻ അല്ലാതെ മാനുവലായിട്ട് സ്വീകരിക്കുകയില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ നവംബറിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആദ്യം ഇത് ഓൺലൈനായിട്ടല്ല, സെക്രട്ടറിമാർക്ക് നേരിട്ട് അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇത് നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെയാണ് അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത്. ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ മാത്രം സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് കൃത്യമായിട്ട് സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോമൺ സർവീസ് സെൻറ്റർ അല്ലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ കൂടാതെ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ സെൻറ്ററിൽ 1-2 ആപ്ലിക്കേഷൻ ചെയ്തു കൊടുത്തു. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പക്ഷേ 2-3 കേസുകൾ വന്നത് അനർഹരാണ്, അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത വനിതകളാണ് നിങ്ങളെങ്കിൽ ഈ പദ്ധതിയിൽ കൃത്യമായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യം നിങ്ങൾക്ക് കൈപ്പറ്റുവാനും സാധിക്കും. അപ്പോൾ ഈ ബാങ്ക് പാസ്ബുക്കും മറ്റും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബാങ്ക് പാസ്ബുക്കിൽ നിങ്ങളുടെ പേരും, അതായത് ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന പേരും എല്ലാ അഡ്രസ്സും എല്ലാം കൃത്യമായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. കാര്യം എന്ന് പറഞ്ഞാൽ, വൺസ് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നോട്ടീസ് വരും. പിന്നെ അത്രയും താമസം നിങ്ങളുടെ ഇത് അപ്രൂവ് ആകുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇത് മറ്റുള്ള പെൻഷൻ്റെ കൂട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ലഭിക്കുന്ന ഈ 60 വയസ്സ് വരെയാണ് നമുക്കിത് കൃത്യമായിട്ട് ലഭിക്കുന്നത്. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.